ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് ഇന്ന് കേന്ദ്ര ദുരന്ത നിവാരണ സംഘം സന്ദർശനം നടത്തും. മുഴുവൻ ദുരന്തബാധിത മേഖലകളിലും സംഘം സന്ദർശനം നടത്തും. ഇവരുമായി ദിഷ്ണ ചേരുകയാണ്. ദിഷ്ണ, എപ്പോഴാണ് കേന്ദ്ര സംഘം സന്ദർശനം നടത്തുക? മറ്റ് വിശദാംശങ്ങൾ കൂടി. സാധിച്ചിട്ടുള്ളത് കേന്ദ്ര സംഘം ഉടൻ തന്നെ ഇവിടെ എത്തും എന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഏകദേശം 11:30 എത്തുമെന്ന ഒരു വിവരം തന്നെയാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. കുറച്ച് വൈകുമെന്ന് കൂടി അറിയുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിലങ്ങാട് വയനാടിനോടൊപ്പം വിലങ്ങാടിനെയും പരിഗണിക്കണം എന്നൊരു ആവശ്യം അവിടുത്തെ ആളുകൾ പങ്കുവച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ സംഘാംഗങ്ങൾ ഇവിടെ എത്തി ഈ പ്രദേശത്തിന്റെ പ്രശ്നങ്ങളൊക്കെയും സ്ഥിതിഗതികളൊക്കെയും വിലയിരുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്ന് കേന്ദ്ര സംഘം അവിടെ എത്തും. കൂടുതൽ സ്ഥിതിഗതികൾ വിലയിരുത്തി അവർക്ക് വേണ്ട റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എത്തിയ സംഘങ്ങൾക്കെതിരെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ജനങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നത്. നമുക്കറിയാം, വിലങ്ങാടും വയനാടും ഏകദേശം ഒരേ സമയമാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത്. ഈ സാഹചര്യത്തിൽ വയനാടിനോടൊപ്പം വിലങ്ങാടിനെ പരിഗണിച്ചില്ല എന്നൊരു കാര്യം തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം സർക്കാർ വലിയൊരു തുക തന്നെ പ്രഖ്യാപിച്ചൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, വലിയൊരു രീതിയിലുള്ള പ്രൊജക്റ്റും പുനരധിവാസവും നടപ്പിലാക്കണം എന്ന് തന്നെയാണ് വിലങ്ങാടിലെ ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കാലവർഷക്കെടുതിയിൽ ആ പ്രദേശം മുഴുവനായി വെള്ളത്തിൽ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും അവർ സഞ്ചരിക്കുന്ന പാലം ഉൾപ്പെടെ വെള്ളത്തിൽ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതൊക്കെ തന്നെയും വലിയൊരു രീതിയിൽ പുനരധിവസിപ്പിക്കണം എന്ന് തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ പ്രധാന ആവശ്യം. ദിഷ്ണയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.